മലയാള സിനിമാ പ്രേക്ഷകർക്ക് വേറിട്ട ഒരു അനുഭവം തന്ന വേറിട്ട ഒരു പ്രമേയം മികവോടെ അവതരിപ്പിച്ച സിനിമയാണ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു റോബോട്ടിനോട് ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വന്ന വൃദ്ധന് തോന്നുന്ന ഹൃദയബന്ധമാണ് കഥാതന്തു. ഇന്ന് നമുക്കിടയിൽ അത്ര പരിചിതമല്ലെങ്കിലും നാളെ വ്യാപകമായേക്കാവുന്ന ഒരു മനഃശാസ്ത്ര പ്രതിസന്ധിയാണത്. തമാശകളിലൂടെ പറഞ്ഞു പോകുന്ന ഗൗരവതരമായ ഈ കഥ മുൻപൊരിക്കൽ തിയേറ്ററുകളെ ഇളക്കിമറിച്ച ഒരു കോമഡി ബ്ലോക്ക് ബസ്റ്ററിന്റെ പുനർജന്മമാണെങ്കിലോ. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന സിനിമയുടെ കഥാതന്തു ഉറങ്ങിക്കിടക്കുന്ന ആ കോമഡി ഹിറ്റ് സിനിമ മറ്റൊന്നുമല്ല, മോഹൻലാലും ജഗതിയും തിലകനും രേവതിയുമൊക്കെ നിറഞ്ഞാടിയ മലയാളികളുടെ പ്രിയപ്പെട്ട കിലുക്കം ആണ്. അതെ, കിലുക്കം തന്നെ. കോമഡി പറയാൻ കഴിയുന്ന സിറ്റുവേഷനുകൾ വെറുതെ കോർത്തിണക്കിയ സിനിമയാണ് കിലുക്കം. എന്നാൽ ആ സിനിമയിൽ പ്രധാന കഥയുടെ ഉപകഥയായി പോകുന്ന ചില കഥാസന്ദർഭങ്ങളുണ്ട്. ഒറ്റപ്പെട്ട് ജീവിക്കുന്ന വൃദ്ധനും പരുക്കനുമായ തിലകന്റെ ജഡ്ജി കഥാപാത്രം. ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെതിന് സമാനമായ കഥാപാത്രമാണ് കിലുക്കത്തിൽ തിലകനുള്ളത്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ സുരാജിന്റെ കഥാപാത്രം സാഹചര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോയ, മൃദുലമായി പെരുമാറാൻ അറിയാത്ത ഒരു മനുഷ്യനാണ്. ജോലി സംബന്ധമായിട്ട് അയാളുടെ ഏക മകന് അയാളിൽ നിന്നും അകന്നു നിൽക്കേണ്ടി വരുന്നു. കിലുക്കത്തിലെ തിലകൻ കഥാപാത്രമാകട്ടെ ഭാര്യയും മക്കളുമൊക്കെയായുള്ള അഭിപ്രായ വ്യത്യാസം മൂലം അവരിൽ നിന്നൊക്കെ അകന്ന് ഒറ്റപ്പെട്ട് താമസിക്കുന്നു. എല്ലാവരോടും അകലം പാലിക്കാൻ ബോധപൂർവം ശ്രമിക്കുന്ന തിലകൻ അച്ഛനാണെന്ന് തെറ്റിദ്ധരിച്ചാണ് രേവതിയുടെ കഥാപാത്രം കടന്നു വരുന്നത്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കടിച്ചു കീറാൻ ചെല്ലുന്ന തിലകനോട് അതുവരെ കാത്തുസൂക്ഷിച്ച വിനയവും ബഹുമാനവും രേവതിക്ക് നഷ്ടപ്പെടുന്നു. മോഹൻലാലിന്റെ ജോജി എന്ന കഥാപാത്രം പറഞ്ഞേൽപ്പിച്ചതായതുകൊണ്ട് അയാൾ തിരികെ വരുന്നത് വരെ രേവതിയെ പറഞ്ഞയക്കാതിരിക്കുകയാണ് തിലകൻ. ഇനി ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലേക്ക് വരികയാണെങ്കിൽ, ജോലിക്ക് പോകുന്ന മകൻ അച്ഛനെ നോക്കാൻ റോബോട്ടിനെ ഏൽപ്പിക്കുന്നു. മകന്റെ അസാമീപ്യവും ഒറ്റപ്പെടലും പിന്നെ സ്വതസിദ്ധമായ നിഷേധ സ്വഭാവവും കൊണ്ട് സുരാജ് റോബോട്ടിനെ ഇഷ്ടപ്പെടുന്നേയില്ല. മകൻ ഏൽപ്പിച്ച റോബോട്ട് സുരാജിനൊപ്പം വീട്ടിൽ തന്നെ തുടരുന്നു. 2 സിനിമയിലും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നിർണായകമായ ട്വിസ്റ്റ് ഒരു ആക്സിഡന്റ് ആണ്. കുളിക്കാൻ വെള്ളവുമായി പോകുന്ന തിലകൻ കാല് തെന്നി വീണ് കിടപ്പിലാകുന്നു. കറണ്ട് ബില്ലടയ്ക്കാൻ തനിയെ പോകുന്ന സുരാജ് വീണ് കാലൊടിയുന്നു. ഈ അവസരത്തിൽ തിലകന് പരിചരണവുമായി രേവതി എത്തുന്നു. സുരാജിന് പരിചരണവുമായി റോബോട്ട് എത്തുന്നു. അങ്ങനെ തിലകന് രേവതിയോടും സുരാജ് വെഞ്ഞാറമൂടിന് റോബോട്ടിനോടും ഒരു വൈകാരിക ബന്ധമുണ്ടാകുന്നു. വൈകാരികത മനുഷ്യന്റെ സ്വഭാവമാണ്. മനുഷ്യന് മനുഷ്യനോടത് തോന്നാം, മൃഗങ്ങളോട് അഫെക്ഷൻ ഉണ്ടായെന്ന് വരാം. ചിലപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വാഹനങ്ങളോടും മറ്റു വസ്തുക്കളോടുമൊക്കെ അറ്റാച്ച്മെന്റ് തോന്നാം. ഒരു വ്യക്തിയാണെന്ന തെറ്റായ ബോധത്തിൽ റോബോട്ടിനെ സ്നേഹിക്കുന്ന വെഞ്ഞാറമൂടിന്റെ കഥാപാത്രം അതിന്റെ ഗൗരവം വെച്ച് നോക്കുമ്പോൾ തിലകൻ കഥാപാത്രത്തെ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. രേവതിയെ തിരികെ കൊണ്ടുപോകാൻ വരുന്ന മോഹൻലാലിനെ തിലകൻ ശക്തമായി തടയുന്ന സീനിൽ ഇരുവരുടെയും പെർഫോമൻസ് സമാനതകളില്ലാത്ത വിധം മനോഹരമാണ്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിൽ സുരാജിന്റെ മകൻ റോബോട്ടിനെ തിരികെ കൊണ്ടുപോകാൻ വരുന്നു. റോബോട്ടിനെ തിരികെ കൊണ്ടുപോകാനായിട്ട് തിരക്കഥാകൃത്ത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിൽ ഒരു കാരണം ഉണ്ടാക്കുന്നുണ്ട്. അത്ര ലോജിക്കലല്ല എന്ന് തോന്നുന്ന ഒരു കാരണം. കിലുക്കം സിനിമയിൽ നിന്ന് പ്രമേയം സ്വീകരിച്ചുണ്ടാക്കിയ സിനിമയാണോ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ? അതോ റോബോട്ടും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥ പറയാൻ ശ്രമിച്ചപ്പോൾ കഥാകാരന്റെ ഉപബോധ മനസ്സിൽ കിടന്ന് പഴയ കിലുക്കം കിലുങ്ങിയതാണോ? സിനിമയുടെ സ്രഷ്ടാക്കൾക്ക് മാത്രമേ അതിന്റെ സത്യാവസ്ഥ അറിയൂ, അവരത് പറഞ്ഞാലും ഇല്ലെങ്കിലും. ഇനി ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കൂ. സാധാരണഗതിയിൽ ഒരു വയോധികനെ നോക്കാൻ ഒരു റോബോട്ടിനെ ഏർപ്പെടുത്തുക ഒരു സമ്പന്ന കുടുംബത്തിലാകും. ഇവിടെ കാണിക്കുന്നത് ഒരു ബിലോ ആവറേജ് ഫാമിലിയാണ്. മറിച്ചായിരുന്നെങ്കിൽ കിലുക്കം എന്ന സിനിമയിലെ കഥാസന്ദർഭങ്ങൾ അത് കാണുന്ന പ്രേക്ഷകന് ഓർമ്മ വരുമായിരുന്നു. തിലകനോ അല്ലെങ്കിൽ തിലകനെ പോലെ വയോധികനായ ഒരാളോ സുരാജിന് പകരം കാസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു എങ്കിലും കിലുക്കം നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്നേനെ.
ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ സിനിമയിൽ ആ കഥയിൽ അസ്ഥാനത്താണ് എന്ന് തോന്നുന്ന ഒരു പ്രണയമുണ്ട്. വയോധികനായ സുരാജിന് മാലാപാർവതിയുടെ കഥാപാത്രത്തോട് തോന്നുന്ന കാലം തെറ്റിയ പ്രേമം. അത്തരം ചില കഥാസന്ദർഭങ്ങൾ കിലുക്കം സിനിമയുടെ നിഴല് പോലും കാണാത്ത രീതിയിൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനെ സേഫാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണോ? എന്തൊക്കെയായാലും സജീവ സിനിമാ പ്രേമികളുടെ തലച്ചോർ ഉപയോഗിച്ച് നോക്കിയാൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ കിലുക്കത്തിലെ DNA തെളിഞ്ഞു കാണാൻ പറ്റുന്ന മറ്റൊരു സിനിമയാണ്. സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ഇത് സ്വീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാം. എന്തായാലും ഇങ്ങനെ ഒരു തിരക്കഥ ഉണ്ടാക്കിയപ്പോൾ കിലുക്കം എന്ന സിനിമയെ പറ്റി മലയാള സിനിമയെക്കുറിച്ച് അറിവുള്ള അണിയറ ശില്പികൾ ഓർത്തിട്ടേയില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസനീയമല്ല. പക്ഷേ കിലുക്കത്തിൽ നിന്ന് വേർതിരിച്ചതാണ് കുഞ്ഞപ്പനെങ്കിൽ അതിന് പിന്നിലെ സർഗവൈഭവം അങ്ങേയറ്റം പ്രശംസനീയമാണ്. രണ്ടും മേഖലകളിലെ പ്രമേയങ്ങളാണ്. മിന്നാം മിനുങ്ങി മിന്നും മിനുങ്ങി എന്ന പാട്ട് തലയ്ക്കുമീതെ ശൂന്യാകാശം എന്ന പാട്ടിന്റെ ഈണം പരിഷ്കരിച്ചുണ്ടാക്കിയതാണെന്ന് പരസ്യമായി പറഞ്ഞ് കലാഭവൻ മണി പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്. ആ രഹസ്യം വെളിപ്പെടുത്തിയത് കൊണ്ടൊന്നും മിന്നാം മിനുങ്ങിന്റെ മിന്നലിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ സിനിമ കണ്ടതിന് ശേഷം എപ്പോഴെങ്കിലും ഇത്തരം സാമ്യതകൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? ഇത്തരം നിഗൂഢ രഹസ്യങ്ങൾ അന്വേഷിച്ച് ചൂഴ്ന്നെടുക്കുക എന്നത് ചെറിയ കാര്യമല്ല. ഞങ്ങളുടെ അത്തരം അന്വേഷണങ്ങളെ ഹൃദയം തുറന്ന് പ്രോത്സാഹിപ്പിക്കാൻ ഒന്ന് ലൈക്ക് ചെയ്യൂ, ഒരു സബ്സ്ക്രിപ്ഷൻ തരൂ. നന്ദി. Thank you. Goodbye.